ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിന്റെ വരവും പ്രവചന പഠനമെന്ന 10ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും കർത്താവിന് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. യെരമ്യാവ് യേശുവിന്റെ വരവിനെ പറ്റിയും മഹോദ്രവത്തെ പറ്റിയും തന്റെ പ്രവചന കാലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗവും ഇസ്രായേലിൽ വരുന്നായ അപകടം, ശിക്ഷ, ഈ കാര്യങ്ങളൊക്കെ താൻ പ്രവചിക്കുന്നുണ്ട്. BC 627 മുതൽ 556 വരെയും ഏകദേശം 41 വർഷമാണ് തന്റെ പ്രവചന കാലം. തന്റെ പ്രവചന കാലത്തെ ഇസ്രായേൽ മക്കളെ വഴിതെറ്റി ജീവിച്ചവരായിരുന്നു. യഹൂദ ജനത്തിന്റെ ഏറ്റവും ദുർഘടമായ കാലം എന്ന് വേണേ പറയാം. അടിതൊട്ടു മുടി വരെയും വഴിതെറ്റിയവരാ ജീവിക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, ആലയത്തിന്റെ വാതിൽക്ക പോയി വിളിച്ചു പറയുക, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവീൻ. ഇത് കേട്ട് കള്ളപ്രവാചകന്മാരുടെ അടികിട്ടി അവിടുത്തെ പ്രധാന വിചാരകനായിരിക്കുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹത്തെ പശൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിച്ചു. നല്ല പ്രവാചകന്മാർക്ക് എവിടെ ചെന്നാലും സ്ഥാനം കിട്ടിയാല, ഉപദ്രവമേ കിട്ടുകയുള്ളൂ. കാരണം മനുഷ്യന്റെ പാപം വിളിച്ചു പറയുന്നതാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ കുറവുകൾ വിളിച്ച് മനുഷ്യന് ഇഷ്ടമില്ല. അവിടെ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ആളുകൾ ചെല്ലുന്നത് വളരെ കുറവായ കാര്യമാണല്ലോ. മഹോദ്രവത്തിന്റെ കാലഘട്ടം എന്ന് ആരംഭിക്കുന്നു? ഒത്തിരി ആളുകളുടെ ചോദ്യമാണ്, എന്നാണ് മഹോദ്രവം? സമയം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത്യാവശ്യമായ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. 2 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴേ അവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ആരിൽ തുടങ്ങിയാണ്? അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ആരാണ് അവൻ? അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. ഇപ്പോൾ തടുക്കുന്നത് എന്ത്? ആരാ തടുക്കുന്നത്? പരിശുദ്ധാത്മാവ് തടുക്കുന്നത്. നമ്മുടെ കർത്താവ് തന്റെ അവസാന നാളിൽ പറയാറുണ്ട്, ഞാൻ പോകുന്നത് പ്രയോജനം ആയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അവൻ വരും എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മളെ സൂക്ഷിക്കുന്നത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് അന്ത്യകാലമായതുകൊണ്ട് അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ഇതുവരെ തടുക്കുന്നവൻ വഴി നിന്നും നീങ്ങി പോകവേ മാത്രമേ വേണം. ആരാ തടുക്കുന്നത്? പരിശുദ്ധാത്മാവേ അന്ധകാര ശക്തിയെ തടുത്തുകൊണ്ടിരിക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയും നേരെ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. നോക്കിക്കോണം, പരിശുദ്ധാത്മാവും സഭയും ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ അന്ന് അന്തിക്രിസ്തു ലോകത്തിൽ ഭരിക്കാനായിട്ട് വരും. വെളിപ്പാട് പുസ്തകത്തിലെ ചില ഭാഗങ്ങളോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സഭ എടുക്കപ്പെടുന്നു. അതിനെ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിക്കുന്നത് കേട്ടു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായിരിക്കുമ്പോൾ ഇവിടേക്ക് കയറി വരിക, മേലെ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് 4-ാം അധ്യായം സഭ എടുക്കപ്പെടുന്നു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ തയ്യാറാകണം, ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിന്
പ്രതിഫലം കൊടുക്കുന്നതാണ്. പ്രതിഫലം കൊടുക്കുന്നതാണ് ദൈവജനത്തിന്. 5-ാം അധ്യായം പ്രതിഫലം വിഭാഗിച്ച് കൊടുക്കുന്നതാകുന്നു. ദാനിയേൽ അതിന്റെ ഒരു പ്രധാന ഭാഗം പറയുന്നു. ഒരുപാടുണ്ടെങ്കിലും പ്രധാന ഭാഗം പറയുന്നു. 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ചിലർ നിത്യ ജീവനായും, ഒന്നാമത്തേത്. 2-ാമത്തേത്, ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കും ഉണരും. 3-ാമത്തേത്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും. 4-ാമത്തെ ആളുകൾ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും പ്രകാശിക്കും. കേൾവിക്കാരെ, നമ്മളെ ലോകത്തിൽ എന്തെല്ലാം ചെയ്തു പറഞ്ഞാലും അവിടുത്തെ ഏറ്റവും വലിയ പ്രതിഫലം ദാനിയേൽ പറയുന്നത്, പലരെയും നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെ പോലെ എന്നും ശോഭിക്കും. ഇവിടുത്തെ സ്ഥാനമാന പദവികളൊന്നും അവിടെ അംഗീകരിക്കുകയില്ല. നാം ഇവിടെ ഭൂമി ചെയ്തതൊന്നും അവിടെ അംഗീകരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായ കാര്യം പാപികളായിരിക്കുന്ന ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരിക. അവരാണ് ഏറ്റവും വലിയവർ. ഇനിയും 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വായിക്കുമ്പോഴേ മഹോദ്രവം ആരംഭിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ അത് 18 അധ്യായം വരെയും മഹോദ്രവം തുടരുകയാണ്. അതേറ്റവും ഭീകരമായ അവസ്ഥയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ അതിനു മുമ്പായി ദൈവം തന്റെ സഭയെ തന്റെ രാജ്യത്തിലെ ചേർത്തുകൊള്ളും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നീണ്ട വർഷങ്ങൾ, 7 വർഷം, ലോകത്തിലെ ഇതുവരെ ഉണ്ടാകാത്ത അത്രമാത്രം സംഭവങ്ങളായിരിക്കും അന്ന് നടക്കാൻ പോകുന്നത്. അന്ന് നടക്കാൻ പോകുമ്പോൾ ഒത്തിരി പ്രവചനങ്ങളുണ്ട്. മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ പ്രാണൻ അന്ന് കച്ചവടം ഉണ്ടായിരിക്കും. ഇന്ന് അനവധി കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നു. കാരണം എന്തേ? അവരെ കൊന്നിട്ട് അവരുടെ അവയവങ്ങൾ എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. അന്ന് അത് പരസ്യമായിട്ട് മനുഷ്യന്റെ അവയവ കച്ചവടം പബ്ലിക്കായിരിക്കും. ഇന്ന് അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. പലയിടത്തും കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നതിന്റെ പ്രധാനമായ കാര്യം ഈ അവയവ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവചനം എത്ര ശരിയായിക്കൊണ്ടിരിക്കുന്നു. വെളിപ്പാട് ദിവസം 18-ാം അധ്യായം അത് വായിച്ചു വരുമ്പോൾ അതിന്റെ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ കർത്താവ് വരാറായി. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി ഒരു മലയിൽ വെളിപ്പെട്ടു വരും. 19:11 അനന്തര സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ കർത്താവ് തന്നോടുകൂടെ കോടിക്കണക്കിന് വിശുദ്ധന്മാരുമായി യെരുശലേമിൽ വാഴുവാൻ ഭരിക്കാൻ വരുന്നു. ആ ഭരണകൂടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.